السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സലാസുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്ന് കൂട്ടം ആളുകൾ, ആ ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീണ്ടും പറഞ്ഞു. ആരൊക്കെയാണ് ആ മൂന്ന് വിഭാഗം എന്ന് ചോദിച്ചാൽ, അൽ ഇമാമു അൽ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി. ഒരു നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥന ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ നസ്റുകളും സഹായങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നൽകുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, വസ്സായിമു ഹീന യുഫ്തിറു, ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്ന വേളയിൽ, എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അശ്രദ്ധയിലായിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന 5-6 മിനിറ്റ് മുമ്പുള്ള സമയം. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരുപാട് ആവശ്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ കുറുക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഖബർ ജീവിതം എളുപ്പമാകാൻ വേണ്ടിയും, സ്വർഗത്തെ ചോദിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കാനും, അതുപോലെ തന്നെ ദുനിയാവിലെ ആവശ്യങ്ങൾ, എത്രയോ ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാൻ ആ സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അഹമ്മായിട്ട്, നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാനും നമുക്ക് സാധിക്കണം. വളരെ കുറഞ്ഞ സമയമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അതല്ല, അതിനു മുമ്പേ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ആളുകളാണ് എങ്കിൽ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഉത്തരം ചെയ്യും. അപ്പോൾ നമ്മളൊരു നോമ്പുകാരനായിട്ട് റബ്ബിനോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രാർത്ഥനകൾക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ആ സന്ദർഭം 30 ദിവസങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ആ സന്ദർഭം നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വദഅവത്തുൽ മദ്ലൂമി, ഒരു ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. അവിടുന്ന് പറയാണ്, യർഫഉഹ ഫൗഖൽ ഗമാമി, മേഘങ്ങൾക്ക് മുകളിലായിക്കൊണ്ട് അത് സഞ്ചരിക്കും. അവൻ്റെ പ്രാർത്ഥനകൾ കയറിപ്പോവുകയും, തുഫത്തഹു ലഹ അബ്വാബുസ് സമാഇ, ആകാശ കവാടങ്ങളെല്ലാം ആ പ്രാർത്ഥനകൾക്ക് വേണ്ടി തുറക്കപ്പെടുകയും, വയഖൂലു റബ്ബു അസ്സ വജല്ല വഇസ്സതി ലഅൻസുറന്നകി വലൗ ബഅദ ഹീനിൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയോട് പറയും, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. വലൗ ബഅദ ഹീനിൻ, അത് നീ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി. ഇപ്പം നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട്, നമുക്കൊന്നും കിട്ടിയിട്ടില്ല, നമുക്ക് അത് പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, എത്ര വൈകിട്ടാണ് എങ്കിലും അത് ഈ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടേ പോവുകയുള്ളൂ എന്നാണ് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിപ്പോയി, തൊട്ടുടനെ കിട്ടിയില്ല എന്നുള്ള കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വഞ്ചിതരായി പോകാൻ പാടില്ല. ഒരു ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ്. അത് ഏത് രൂപത്തിൽ നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാലും, അവരെ ശാരീരികമായിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ തൊഴിക്കുകയോ എങ്ങനെ ചെയ്താലും, അതുപോലെ തന്നെ നമ്മൾ മാനസികമായിട്ട് അവരെ പ്രയാസപ്പെടുത്തിയാലും, ഏത് രൂപത്തിൽ നമ്മൾ അവരെ പ്രയാസപ്പെടുത്തിയാലും അതിനുള്ള ശിക്ഷ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഷർറുകളിൽ നിന്നൊക്കെ നമ്മൾ എവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.